നമ്മുടെ ചില പ്രവർത്തനങ്ങൾ ദ്വാരമുള്ള ഓട്ടയുള്ള ഒരു ബക്കറ്റിലേക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെയാണ് ചില പ്രവർത്തനങ്ങൾ. നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ട്, പക്ഷേ ആ ബക്കറ്റിൽ ആ വെള്ളം നമുക്ക് കാണുന്നില്ല എന്നതുപോലെയായിരിക്കും ചിലരുടെ പ്രവർത്തനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹ്ശറയിൽ നിന്ന് അവനോട് ചോദിക്കുമത്രേ, നീ എനിക്ക് വേണ്ടിയിട്ട് എന്ത് സൽക്കർമ്മങ്ങളാണ് ചെയ്തത്? അപ്പോൾ അവൻ്റെ ഓരോ അടിമകളും ഓരോരുത്തർ വിളിച്ചു പറയും, ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ട്, ഷഹീദായവനാണ്, ഞാൻ നന്മ ചെയ്തവരാണ്, ഞാൻ നിസ്കരിച്ചവനാണ്. ഇങ്ങനെ നന്മകൾ എണ്ണി എണ്ണി പറയും. പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്ത് രേഖയിൽ അതുണ്ടാവില്ല. കാരണം എന്താ? അവൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല, ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട്, ജനങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് കരുതി, ജനങ്ങളിൽ നിന്നൊരു പ്രശംസ പറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെ ജനങ്ങളുടെ ഒരു തൃപ്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവിതം അങ്ങനെ അങ്ങ് രാജ്യപ്പെട്ടു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്നെ ആരാധിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ എന്ത് കരുതട്ടെ, എന്ത് ചിന്തിക്കട്ടെ ഒന്നും നമ്മൾ അന്വേഷിക്കേണ്ട, ചോദിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ, യഥാർത്ഥ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സമർപ്പിച്ചാൽ ചിലപ്പോൾ ആക്ഷേപങ്ങൾ ഉണ്ടായേക്കാം, ചിലപ്പം കല്ലേറുകൾ ഉണ്ടായേക്കാം, പലതും ഉണ്ടായേക്കാം. പക്ഷേ അള്ളാഹുവിന് മാത്രം ആരാധിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ച് ജീവിച്ചാൽ ഉറപ്പാണ് അവന് ദുനിയാവും ആഖിറത്തും എല്ലാം കൊണ്ട് രക്ഷയായിരിക്കും. അതാണല്ലോ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ വലാ ഹും യഹ്സനൂൻ. അവർക്ക് ദുഃഖമോ പേടിയോ ഇല്ല. കാരണം എന്താ? എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതുപോലെയാണ് സംഭവിക്കുക. അതുകൊണ്ട് ആൾക്കാർ എന്ത് പറഞ്ഞോട്ടെ, എന്ത് വിചാരിച്ചോട്ടെ, ചെയ്യില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. അപ്പം നമ്മുടെ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ആയാൽ നമ്മുടെ മനസ്സ് വിശാലമാവുകയും നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും നമുക്കതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി നമ്മുടെ മനസ്സിലുണ്ടാകും. ചില ആളുകളൊക്കെ കണ്ടിട്ടില്ലേ, ഒരു പ്രയാസം വരുമ്പോൾ തന്നെ ഇങ്ങനെ തളർന്ന, കത്തിക്ക് മാത്രമായി അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ച് പ്രവർത്തിക്കുന്നതിന് ഒരു സ്ഥലത്തും പതറേണ്ട ആവശ്യമില്ല, ഒരു സ്ഥലത്തും ദുർബലപ്പെടേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സംരക്ഷണത്തിനാണ്. അവർക്ക് ചിലപ്പോൾ പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ കൊടുക്കാം, പക്ഷെ അത് ക്ഷമിക്കാനുള്ള, അതിനെ നേരിടാനുള്ള കപ്പാസിറ്റിയും അതിനെ നേരിടാനുള്ള തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. എന്തുകൊണ്ട്? അവൻ്റെ തൃപ്തിക്കനുസരിച്ച് ജീവിച്ചാൽ. അപ്പം നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ഓരോരോ ജീവിതത്തിലുണ്ടാകുന്ന ഇബാദത്തുകളും നാം അവൻ്റെ തൃപ്തി, അവൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.